പറഞ്ഞോളൂ, കേൾക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫോണിൽ കൂടി പറഞ്ഞതിനപ്പുറം എന്നെക്കുറിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. ഭീഷണി നേരിടുന്ന ഒരു കുടുംബം എന്റെ കുടുംബം. ചെന്നൈയിലുള്ള എന്റെ അച്ഛന് 2 ഭാര്യമാരാ. ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷമാ എന്റെ അമ്മയെ അച്ഛൻ വിവാഹം കഴിക്കുന്നത്. ആദ്യ ബന്ധത്തിൽ അച്ഛനൊരു മോനുണ്ട്, ഗംഗാപ്രസാദ് എന്ന പേര്. കുട്ടിക്കാലം മുതലേ കുറ്റകൃത്യങ്ങൾ ചെയ്ത് വളർന്നതുകൊണ്ട് ചെന്നൈയിലെ പേരെടുത്തൊരു ഗുണ്ടയായി. അവന്റെ പോക്ക് ശരിയല്ലാത്തതുകൊണ്ട് എന്റെ അച്ഛൻ എന്നെ ബിസിനസ്സെല്ലാം ഏൽപ്പിച്ചത്. അച്ഛന്റെ കാലശേഷം അതെല്ലാം തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ വല്ലാതെ ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതിനിടയിലാ ഞങ്ങൾ കേരളത്തിലോട്ട് വന്നത്. കാർത്തികയെ അമ്മയെ ഉപേക്ഷിച്ച ആദ്യ അച്ഛനെ കുറിച്ചൊക്കെ കാർത്തിക പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോ സ്വന്തം അച്ഛന്റെ കൂടെയാണ് കാർത്തിക അല്ലേ? സ്വന്തം അച്ഛന്റെ അടുത്ത് മാത്രല്ല, എന്റെ അനിയത്തിമാരുടെയും അവരുടെ അമ്മമാരുടെയും ഒക്കെ കൂടെയാ. പിന്നെ കിരണിന്റെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഒരു വലിയ ബന്ധുബലത്തിനകത്താ ഞങ്ങളിപ്പോ. എങ്കിലും ഇപ്പൊ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഗംഗാപ്രസാദ് എന്ന ആങ്ങള എനിക്ക് ഭീഷണി തന്നെ. അവൻ ജയിലിലാണെങ്കിലും അവന്റെ ആൾക്കാര് ഇവിടെ തമ്പടിച്ചിട്ടുണ്ടോന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ദിലീപേട്ടനും ഭീഷണി ഉണ്ടാവും. എനിക്ക് ഗുണ്ടകളെയൊന്നും പേടിയില്ല. ഞാൻ കുട്ടിക്കാലം മുതലേ കളരിയും കരാട്ടയൊക്കെ അഭ്യസിച്ചു വരുന്ന കൂട്ടത്തിലാ. മനസ്സിനും ശരീരത്തിനും ഫിറ്റ്നസ് ഉണ്ടെന്ന് സാരം. പിന്നെ അങ്ങനെയുള്ള ഒരാള് ക്രിമിനൽസിനെ പേടിക്കേണ്ട കാര്യം എന്താ? വിവാഹത്തിന് മുമ്പ് തന്നെ എല്ലാം തുറന്നു പറയുന്ന കാർത്തികയുടെ സ്വഭാവം ഉണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് വിവാഹം കഴിഞ്ഞ ശേഷം ആണും പെണ്ണും അധികം പൊരുത്തപ്പെട്ടു പോകുന്നില്ല. മിക്കവരുടെ കാര്യവും അങ്ങനെ തന്നെയാ. എനിക്ക് വേണ്ടത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പെണ്ണിനെയാണ്. നമ്മൾ തമ്മിൽ ഫോണിൽ കൂടെ സംസാരിച്ചപ്പോ തന്നെ കാർത്തികയുടെ സ്വഭാവം ഏറെക്കുറെ എനിക്ക് മനസ്സിലായി. പിന്നെ ഇത്രയും വലിയ ബിസിനസ്സൊക്കെ അമ്മയോടൊപ്പം നോക്കി നടത്തുന്ന ആളല്ലേ കാർത്തിക. അപ്പോ അത്യാവശ്യം നല്ല കഴിവും അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കണക്കിലെടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പുറത്തുനിന്നുള്ള ഭീഷണി അത് വിവാഹം കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് നേരിടാം. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാ ഞാൻ മധുരം കഴിച്ചത്. കാരണവന്മാരെല്ലാരും കൂടി തീരുമാനിക്കുന്ന ഒരു ഡേറ്റിന് നമുക്ക് ഒന്നിക്കാം. കാർത്തിക ഫുഡ്സിന് കേരളത്തിലും നല്ല പേരാണല്ലോ. പിന്നെ കിരണൊക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ബിസിനസ് വ്യാപിപ്പിക്കാവുന്നതേ ഉള്ളൂ. കിരണേട്ടന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കുക. അവരും ബിസിനസ്സിൽ ഇൻവോൾവ് ആവാന്ന് പറയുന്നുണ്ട്. പിന്നെ ദിലീപും കാർത്തിയേച്ചിക്കൊപ്പം ചേരുകയാണെങ്കിൽ അതേപറ്റിയുള്ള ടെൻഷന്റെ ആവശ്യമില്ലല്ലോ.